6ാം ക്ലാസും 8ാം ക്ലാസും 9ാം ക്ലാസും ഒക്കെ തോറ്റ ശേഷം ഇപ്പോൾ പോലീസിൽ CI റാങ്കിൽ വിലസുന്നവർ 1 ഡസനിലധികം വരും. SSLC തോറ്റവർ 50ഓളം പേരുണ്ട്. സാധാ പോലീസുകാരായി സർവീസിൽ കയറിയവരാണ് ഏറിയ പങ്കും. 96 മുതൽ 2003 വരെ ഡയറക്റ്റ് SI സെലക്ഷൻ നടക്കാത്തതാണ് ഇവർക്ക് തുണയായത്. റോക്കറ്റ് പായും പോലെയായിരുന്നു സ്ഥാനക്കയറ്റം. ഇപ്പോൾ CI റാങ്കിലുള്ള ഇവരിൽ പലരും ക്രമസമാധാന ചുമതലയും വഹിക്കുന്നുണ്ടെന്നാണ് വിവരം. അടുത്ത സ്ഥാനക്കയറ്റ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇവരിൽ നല്ലൊരു പങ്കും ഉടൻ തന്നെ DYSPമാരായി മാറും. അതായത് വെറും UP ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള പലർക്കും ഒരു സബ് ഡിവിഷൻ്റെ ക്രമസമാധാന ചുമതല തന്നെ ലഭിച്ചേക്കും. ഇനി ഇവരിലേക്ക് പ്രമാദമായ കൊലപാതക കേസുകൾ, മെഡിക്കൽ സംബന്ധിയായ കേസുകൾ, SC/ST കേസുകൾ, കൊഫെപ്പോസെ കേസുകൾ എന്നിവ അന്വേഷിക്കേണ്ട ചുമതലയും വന്നുചേരും. വെറും പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ മാത്രം പിൻബലത്തിൽ ഇവർ എങ്ങനെ ആ കേസുകൾ അന്വേഷിക്കും? ഒരു പോലീസുകാരനാകണമെങ്കിൽ കുറഞ്ഞത് +2 വിദ്യാഭ്യാസം വേണം. സബ് ഇൻസ്പെക്ടർ ആകണമെങ്കിൽ ബിരുദം കൂടിയേ തീരൂ. എന്നിരിക്കെ വെറും സ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള DYSPമാരെ വാർത്തെടുക്കുന്നത് അഭികാമ്യമാണോ എന്നത് ഇനിയും ആഭ്യന്തര വകുപ്പ് പരിശോധിച്ചിട്ടില്ല. തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ നിന്നും ക്യാമറാമാൻ വിനോദ് അഭിരാമിക്കൊപ്പം ബിജു നെയ്യാർ, ജീവൻ ന്യൂസ്.